அட்வான்ஸ் தானே போட சொன்னா நீ 200 போட்டு போனா நீ போய் 200 கையில கொடுத்துட்டு வேலை முடிச்சுடல അതാ നീയാ ഫുൾ അമൗണ്ട് പോട്ടാ നമ്മൾക്ക് അഡ്വാൻസ് തന്നെ കേട്ടാ ഒരാള് കഴിക്കുന്ന മരുന്ന് കാര്യങ്ങളാണ് ഇത്രയും മരുന്ന് 14 മരുന്ന് യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണോ കാര്യങ്ങളോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഞാൻ യൂസ് ചെയ്ത ഓൾമോസ്റ്റ് ഗാഡ്ജറ്റ്സിൻ്റെ ലിങ്ക് കാര്യങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് അത് കയറി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം കണ്ടു നോക്കാം. മോഡിഫിക്കേഷൻ സീരീസ് ഈ മുകളിലത്തെയും ഈ താഴത്തെയും ഇവിടെ 2 ബോൾട്ട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അയക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത സസ്പെൻഷൻ കാര്യങ്ങളാണ് ഇതാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത സസ്പെൻഷൻ. ഇതാണ് നമ്മുടെ പഴയ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം. ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ കാര്യം 10 വർഷത്തിനിടയിൽ തീരുമാനമായിട്ടുണ്ട് ടോട്ടലി. നമ്മൾ പുതിയ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ടെസ്റ്റിംഗ് பண்ணிட்டு இருக்கு. இது எப்படி ஒர்க் ஆகும்னு தெரியாது. இது நான் ஓகே இதா ஓரளவுக்கு ட்ரெஸ் பண்ணலாம். இது எப்படின்னே தெரியாது. இது 10 வருஷம் ஆச்சு. இது மாட்டி ட்ரை பண்ணி பார்க்குறதுக்கு அது ட்ரை பண்ணி பார்த்தேன். எல்லாம் ட்ரை பண்ணல. சரி இதல்ல வேற ஏதாவது சின்ன பைக்கு கொஞ்சம் ஆல்டர் பண்ணி அது டேங்க் வந்து கஷ்டம். அப்போ டேங்க் எங்கே இருந்தா பண்ண கஷ்டம். இந்த பைக் இப்போ எங்கே இருக்கு? இங்கே தான் ரிப்பேரில் இருக்குது. ഒരാള് കഴിക്കുന്ന മരുന്ന് കാര്യങ്ങളാണ് ഇത്രയും മരുന്ന് 14 മരുന്നുണ്ട്. നമ്മുടെ വീല് കാര്യങ്ങളെല്ലാം അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹബ്ബിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഹബ്ബിൻ്റെ അവിടെ ഹബ്ബിൻ്റെ ബെയറിങ്ങിൻ്റെ അവിടെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളെല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീല് കാര്യങ്ങളെല്ലാം ബെൻഡ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പോക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്പോക്സ് കഴിഞ്ഞൊരു സർവീസിലാണ് നമ്മൾ സ്പോക്സ് കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്ത് വീൽ ബെൻഡെല്ലാം ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ബബ്ലിംഗ് ആണ്. അതായത് നമ്മളൊരു ടേൺ കാര്യങ്ങളെടുക്കുമ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിൽ പോകുന്നൊരു ബബ്ലിങ് കാര്യങ്ങളെല്ലാം ഫീൽ ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ടൈറ്റ് ചെയ്യാമെന്ന് വെച്ചു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് ഇവിടെ വരുന്ന ഈ ഒരു ബോൾട്ട് ഉണ്ട്. ഈ ഒരു ബോൾട്ട് കാര്യങ്ങളെല്ലാം കട്ട് ഓഫ് ചെയ്ത് പോയി. ഇതുപോലത്തെ ഒരു ബോൾട്ട് കാര്യങ്ങളെല്ലാം സ്ട്രെയിറ്റ് ഇവിടെയും വരുന്നതാണ്. ആ സാധനം കട്ട് ഓഫ് ചെയ്ത് പോയ കാരണം ഇനിയിപ്പോൾ ഈ ഒരു ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ടിൻ്റെ നെറ്റും ബോൾട്ടും ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഇടുന്നുണ്ട്. ഈ ബോൾട്ടാണ് ഇവിടെ നിന്ന് കട്ട് ഓഫ് ആയി പോയി. ഈ സാധനം കാര്യങ്ങളെല്ലാം ഫിഗർ ഔട്ട് ചെയ്യണം. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുമെന്നുള്ള കേസ് എനിക്കറിയില്ല. ചിലപ്പോൾ വെൽഡ് ചെയ്യേണ്ടി വരും. വെൽഡ് ചെയ്തല്ല എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് അവസ്ഥ. ഇല്ല ആമാ എല്ലാവരും സാപ്പിട പോയിട്ട് இவங்கிட்ட கேட்டா தெரியும். ஒன்று ரெடி பண்ணும்போது ஒன்று வெடிச்சிட்டு தான் இருக்குது. ഈ സാധനം ഫിക്സ് ചെയ്യാൻ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് അവിടുത്തെ വർക്ക്ഷോപ്പിലെ മെക്കാനിക് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോയേക്കാണ്. അപ്പോൾ പുള്ളി പറയാനായിട്ട് 5 മണിയൊക്കെയാവും. ഇനി വേറെ എവിടെയെങ്കിലും പോകണം. എന്നാലാണ് ഈ സാധനമൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അറിയില്ല, നോക്കാം. ഇതാണ് ഷോപ്പ് കാര്യങ്ങളെല്ലാം. അപ്പോൾ പുള്ളിക്കാരൻ വരൂല്ല എന്നുള്ള കേസ് ദൈവത്തിനറിയാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ടാസ്ക് കാലത്ത് തന്നെ നമ്മൾ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സസ്പെൻഷൻ എടുക്കാൻ പോയ ഷോപ്പിൽ
അതായത് ഒരു ബോക്സിൽ 2 സസ്പെൻഷനാണ് വരാം, 2, അതായത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പീസുകൾ വരാം. അത് നമ്മൾ പോണ്ടിച്ചേരിയിൽ മേടിക്കാൻ പോയ ഷോപ്പിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഷോപ്പിൽ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പീസിൻ്റെ പൈസയുടെ കാര്യങ്ങളെല്ലാം ഇന്നലെ കൊടുത്തിട്ട് അത് മേടിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് അടുത്തത് ഇന്ന് കാലത്ത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കാലത്ത് പോയി കഴിയുമ്പോൾ അവിടെ സസ്പെൻഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല സ്റ്റോക്ക്. അത് കഴിഞ്ഞ് അവിടെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ മേടിച്ച സസ്പെൻഷൻ എടുത്തിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറൊരു ഷോപ്പ് കാര്യങ്ങളെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് അവിടെ പോയി നമ്മുടെ പിന്നെയും ഒരു പീസും കൂടിയും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ അലൈൻമെൻറ്റ്, വീലിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും ബെൻഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തു. അതെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെയും ഒരു അടിപൊളി പണി കാര്യങ്ങളെല്ലാം കിട്ടി. എന്താ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത ഈ ഒരു സസ്പെൻഷൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു ബോൾട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഈ ഒരു ബോൾട്ട് നമ്മൾ അതായത് ലൂസാന്ന് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് ഇത് ഇവിടെ വരുന്ന ഈ ഒരു പീസ് കട്ട് ഓഫായി ഒടിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഈ സാധനം എല്ലാം സെറ്റ് ചെയ്തെടുക്കണം. അത് വർക്ക്ഷോപ്പിലെ മെക്കാനിക്സ് എല്ലാം ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോയേക്കാണ്. അവർ വന്നാലാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മുടെ വണ്ടിയുടെ വീലിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ, വീലിൻ്റെ ബെൻഡ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എടുത്ത പുള്ളിക്കാരൻ നമ്മുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ ഈ സാധനമായിട്ട് നമുക്കധികം ഓടിഞ്ഞു പോയി സാധനം ഫിറ്റ് ചെയ്യാൻ നമുക്കധികം ഡിസ്റ്റൻസ് കാര്യങ്ങളൊന്നും കവർ ചെയ്യാനോ ഓടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിങ്ങനെ എവിടെ പോയിട്ട് ഫിറ്റ് ചെയ്യാമെന്നുള്ളത് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സൈഡിലെ ചേസ് കാര്യങ്ങളെല്ലാം വെൽഡ് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല, തിരിച്ചു പോയിട്ട് നാളെ ഇറങ്ങേണ്ടി വരും ഇത് കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയേക്കാണ്, വർക്ക്ഷോപ്പിലുള്ള മെക്കാനിക്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാനിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, കാലത്തും ഫുഡ് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കും ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് കാലത്ത് നമ്മൾ സാധനങ്ങളെല്ലാം എടുക്കാൻ പോകുന്ന സമയത്ത് ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇപ്പോൾ ഒരു പൾപ്പി ഓറഞ്ചും ഒരു സ്നിക്കേഴ്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇനി ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാലാണെന്ന് സമാധാനപരമായിട്ട് തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കാര്യങ്ങളെല്ലാം നമ്മുടെ ബൈക്ക് കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യുമ്പോഴുള്ള. അപ്പോൾ ഇന്ന് ഈ സസ്പെൻഷൻ്റെയും മറ്റു കാര്യങ്ങളുടെയും വീലിൻ്റെയും കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഓടി നടന്ന് ഫുഡൊക്കെ കഴിക്കാണ്ട് ഓടി നടന്നിട്ട് പട്ടി പോലെ ഓടി നടന്നിട്ട് ഇപ്പോൾ ശവമായിട്ടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലേക്ക് കാര്യങ്ങൾക്കെല്ലാം വന്നേക്കണേ. അപ്പോൾ ഇനി ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കണം, ഫ്രഷപ്പ് ആവണം, ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കണം, എന്നിട്ട് ഒരു പവർ നാപ്പ് കാര്യങ്ങളെല്ലാം എടുക്കണം. അതിനിടയിൽ നമ്മുടെ വരുന്ന ഫേസ് 2ൻ്റെ കുറച്ച് ഡാറ്റാബേസ് കാര്യങ്ങളെല്ലാം സിസ്റ്റത്തിലേക്ക് എഴുതണം. പിന്നെ നമ്മുടെ ധനുഷ്കോടിയുടെ വീഡിയോ ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ്ങിലാണ്, അതെല്ലാം തീർക്കണം. ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു, സസ്പെൻഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ റിമ്മിൻ്റെ ബെൻഡ് കാര്യങ്ങളെല്ലാം എടുക്കണം. ആ പരിപാടി കാര്യങ്ങളെല്ലാം തീർത്തു. കാലത്തുടങ്ങി ഓടുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാണ്ട്. അപ്പോൾ സസ്പെൻഷൻ, ബെൻഡ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബേക്കറിയിൽ പോയിട്ട് കുറച്ച് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അങ്ങനെ കുറച്ച് ആയുർവേദ. ഇതൊരു 4 o'clock എൻ്റെ അടുത്ത് 4:30 അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4:25 ഒക്കെ ആയിപ്പോൾ ഷാർപ്പ് ഞാൻ അവിടെ ഉണ്ട്. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യങ്ങളുടെ, അത് തീർക്കാനായിട്ട് പിന്നെയും പോയി. അപ്പോൾ നാളെ വരാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു കുറച്ച് പരിപാടിയും കൂടിയും ബാക്കിയുണ്ട്, അത് നാളത്തേക്ക് വെച്ചു. ഇന്നിപ്പോൾ ബാക്കി എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം പെൻഡിങ്ങിലാക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന മോഡിഫിക്കേഷൻ്റെ മറ്റ് വീഡിയോസ് കാര്യങ്ങളെല്ലാം നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന സീരീസൊക്കെ ആയിരിക്കും. നാളെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ സീ ഓൺ ദ റോഡ് ഫോക്സ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം നമ്മുടെ കമൻസിൽ ഷെയർ ആക്കുക. അപ്പോൾ നമുക്ക് നാളെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോണേ. നമുക്ക് ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആകെ കുഴപ്പം പിടിച്ച ഡേ ആയിരുന്നു. കാലത്ത് തന്നെ ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ ഞാൻ എണീറ്റ വഴി നേരെ പോയത് നമ്മുടെ ബൈക്കിൻ്റെ സ്പെയർ എടുക്കാനാണ്. അവിടെ പോയിപ്പോൾ കുറച്ച് ഫുൾ സീൻ മോഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അവിടെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് എല്ലാം ചെയ്തിട്ട് എൻ്റെ സസ്പെൻഷൻ ഞാൻ അവിടെ വെച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ സസ്പെൻഷൻ കാലത്ത് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നാളെ കാലത്ത് വന്നോളാൻ പറഞ്ഞു. നാളെ കാലത്ത് വന്നോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എണീറ്റിട്ട് ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഷോപ്പിലേക്ക് പോയപ്പോൾ പുള്ളി പറയുകയാണ് സസ്പെൻഷൻ ഇല്ലാന്ന്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, കാരണം 7 മണി 7:30 8 മണി ആ സമയത്ത് ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം കാലത്ത് 10 മണിക്ക് സസ്പെൻഷൻ ഒരു കാരണവശാലും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഏതെങ്കിലും കടയിൽ നിന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്.
പക്ഷെ പുള്ളി എവിടെ നിന്നോ ഓർഡറാക്കി വരുത്തിക്കാനുള്ള പരിപാടി സ്കീമിലായിരുന്നു. അപ്പോൾ കാലത്ത് സസ്പെൻഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് എൻ്റെ പണി തീർത്തിട്ട് ബാക്കി അടുത്ത കാര്യത്തിലേക്ക് പോകാം. പുള്ളി പറയുന്നത് വൈകുന്നേരം 3 മണിക്കൊക്കെ വരാനായിട്ട്. അതായത് ഓൾറെഡി ഞാൻ ഒരെണ്ണത്തിൻ്റെ പീസിന് പൈസ കൊടുത്തു, പിന്നെ 3 മണിക്കായിട്ട് വെയിറ്റ് ചെയ്യണം. പക്ഷേ വേറെ ഞാൻ കുറേ ഷോപ്പിലൊക്കെ കറങ്ങി തീർന്നു കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരൻ്റെ ഷോപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ മറ്റു ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പക്ക ഡീസൻ്റായിട്ട് സംസാരിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഈ സാധനം ഇവിടെ ഇല്ല, അവരുടെ കയ്യിൽ സ്റ്റോക്കില്ല, വേറെ എവിടെയെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെയാണ് മറ്റു ഷോപ്പുകാർ പറഞ്ഞത്. പുള്ളി ഇല്ലാത്ത കേസ് അറ്റൻഡ് ചെയ്ത് വള്ളി പിടിക്കുന്ന ഒരു സീൻ മോഡായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോണ്ടിച്ചേരിയിൽ നിന്നല്ല, പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു ഷോപ്പ് റൺ ചെയ്യുന്ന. ഇപ്പോൾ ഈ ഒരു സെനാരിയോയിൽ പോണ്ടിച്ചേരിയിലുള്ള ഇവിടുത്തെ പീപ്പിൾ കൾച്ചർ കാര്യങ്ങളൊന്നും ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പോണ്ടിച്ചേരിയിലെ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല, അവർ ടോട്ടലി ഡിഫറെൻ്റ്. അവരിങ്ങനെ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇപ്പം തന്നെ എൻ്റെ വണ്ടിക്ക് വർക്ക് ചെയ്യുന്നവരെല്ലാവരും ടോട്ടലി അടിപൊളി ഭയങ്കര വൃത്തിക്കാണ് പണി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കമ്പാരിസൺ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പുള്ളി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ആ ഒരു സെയിം സീൻ ഇപ്പം എന്നെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. എന്നെ എന്തൊക്കെയാണ് വിളിച്ച കടയിൽ നിന്നിട്ട്. അത് പോണ്ടിച്ചേരിയിലെ ഒരാളെയാണ് വിളിച്ചിറങ്ങി പുള്ളീനെ അപ്പം തന്നെ അടിച്ചേനെ. അപ്പോൾ നമ്മൾ പ്രശ്നത്തിലൊന്നും പോകാനായിട്ട് താല്പര്യം അറിയില്ല. നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് സോർട്ട് ചെയ്യുക, ബൈക്കിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ, അതായിരുന്നു നമ്മുടെ മെയിൻ കാര്യം. അത് ഓൾമോസ്റ്റ് സോർട്ടായിട്ട്. காலையில எதுக்கு வர சொன்னேன் ஃபர்ஸ்ட்? காலையில சொல்லியா கேமரா செக் பண்ணி பாரு. சரி இது வேணாம், திருப்பி காசு தான். அப்புறம் நீ நேத்து நான் உன்கிட்ட அட்வான்ஸ் தானே கேட்டா, நீ அமௌண்ட் போட்ட புல்ல ஜிபே பண்ணிருக்கேன். ஒரு நான் 200 தான் போட சொன்னா, இதால புல்ல போட்டு போனா நாளைக்கு தான் வரும்னு சொன்னா. இப்போ காலைல வந்து நிக்கிற பொருள் வராம முன்னாடி நைட் எத்தனை மணிக்கு வந்தீங்க? 8 மணிக்கு வந்த கரண்ட் ஆஃப் ஆயிடுச்சுல. இது டைம்ல வந்தா ஓகே, நீங்க 8 மணிக்கு வந்தீங்கல்ல, அவங்க கம்பெனில எப்ப 6 மணிக்கெல்லாம் சாத்திடுவாங்க. இல்ல அதனால கரண்ட் இத்தனை மணிக்கு கட் ஆச்சு. அது எனக்கு தெரியும், வர முடியாதுன்னு தெரியும். இப்ப காலையில வர சொன்னேன். காலைல சொல்ல இல்ல ஒரு நிமிஷம் அட்வான்ஸ் தானே போட சொன்னா. நீ 200 போட்டு போனா, நீ இப்போ 200 கையில கொடுத்துட்டு வேலை முடிச்சுடலாம். அதான் நீயே ஃபுல் அமௌண்ட் போட்ட, நான் உங்களுக்கு அட்வான்ஸ் தானே கேட்டேன். நீயே ஃபுல் அமௌண்ட் போட்ட. இப்ப தெரிஞ்சிருச்சு இங்க என்ன நடக்குறேன்னு. ஓகே, இப்ப இந்த பொருள் நான் எடுத்துட்டு போறேன். ஓகே, இது வந்துருச்சுன்னு திருப்பி சாக்கப்சர் கொடுத்துரு. உங்களுக்கு அட்வான்ஸ் தானே போட சொன்னா. ஒண்ணும் வேணாம், போதும்ல. இங்க எப்படி இருக்குன்னு தெரியணும்.